നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കൊച്ചിയിലെ PF ഓഫീസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. PF ഓഫീസിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. PF ലഭിക്കാത്തതിൽ മനം നൊന്താണ് ശിവരാമൻ ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് ഗൃഹനാഥൻ പാമ്പ് കടിയേറ്റ് മരിച്ചു. ലെറ്റ് ഹൌസിന് കിഴക്ക് വശം കമ്പിളിക്കൽ 70 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി വീടിനടുത്തുള്ള കുടുംബക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ഇയാൾക്ക് പാമ്പ് കടിയേറ്റത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8-9 തീയതികളിൽ ചാലക്കുടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ സാമൂഹിക മാധ്യമ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. അന്തരിച്ച നടൻ കലാഭവൻ മണിയോട് ഇടത് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്നും സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയെന്നും മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. ചാലക്കുടിയിൽ പ്രഖ്യാപിച്ച സ്മാരകം വൈകുന്നതിലാണ് പ്രതിഷേധമെന്നും കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി വിവിധ ബജറ്റുകളിൽ 3 കോടി രൂപ വകയിരുത്തിയിട്ടും ഒന്നും നടന്നില്ലെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. ഹൈറിച്ച് തട്ടിപ്പിന് സമാനമായി കോടികളുടെ തട്ടിപ്പ് നടത്തിയ TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ഉടമകളുടെയും സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. പുന്നേർക്കുളം ചെറായി ബ്രിക്ക് കമ്പനിക്ക് സമീപത്തെ വളവിൽ മീൻ ലോറി മറിഞ്ഞു. അപകടത്തിൽ 11 kV വൈദ്യുതി പോസ്റ്റ് 2 മുറിഞ്ഞു. അപകടത്തിൽ ഡ്രൈവർ മുനവീറിന് നിസ്സാരമായി പരിക്കേറ്റു. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. മദ്യലഹരിയിൽ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ആക്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേരള സംഗീത നാടക അക്കാദമിയുടെ 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് 2024 ഫെബ്രുവരി 9 മുതൽ 16 വരെ തൃശൂരിൽ നടക്കും. ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്നതാണ് നാടകോത്സവത്തിന്റെ ആശയം. രാത്രികാല കൊടുങ്ങല്ലൂർ തൃശൂർ യാത്ര ജനങ്ങൾക്ക് ദുരിതമാകുന്നു. രാത്രി സമയത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർക്കും തിരിച്ചു കൊടുങ്ങല്ലൂർക്കും ബസ്സില്ലാത്തതാണ് ദുരിതമായിരിക്കുന്നത്. പല സ്വകാര്യ വാഹനങ്ങളും ട്രിപ്പുകൾ മുടക്കുന്നതുകൊണ്ടാണ് ഈ യാത്രാക്ലേശം അനുഭവപ്പെടുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.